ഏടുകളിൽ യേശു കർത്താവ് എന്തിനു ജനിച്ചു അല്ലെങ്കിൽ എന്തിനു വന്നു എന്ന് പറയുമ്പോൾ ലൂക്കോസ് 19:10 പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ലോകത്തിൽ വന്നത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അനന്തമായ സാധ്യതകൾ വിരൽത്തുമ്പൂന്നി പ്രതിപാദിക്കുന്ന അതുല്യമായ സാഹിത്യ വിശേഷമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിന്റെ ഏടുകളിലൂടെ ആ സത്യം നമ്മളോട് മൗനമെങ്കിലും വളരെ വാചാലമായി ഇതിന്റെ വരികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് മുഴുവൻ പറഞ്ഞാൽ ഇന്ന് രാത്രി വീട്ടിൽ പോകാനൊക്കില്ല. ഓരോ കാര്യങ്ങൾ ഓരോ ആളുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ സുജോ പാസ്റ്ററെ യേശു കർത്താവ് എന്തിനു വന്നു എന്ന് ഒരു വിഷയം ഏൽപ്പിച്ചാൽ, ബാബു പാസ്റ്ററെ അടുത്ത വിഷയം ഏൽപ്പിച്ചാൽ, ജോസ് പാസ്റ്ററെ അടുത്ത വിഷയം ഏൽപ്പിച്ചാൽ, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓരോ വിഷയം ഏൽപ്പിച്ചാൽ ഏതാണ്ട് 12 പ്രസംഗം ഇന്ന് രാത്രി തന്നെ ചെയ്യേണ്ടി വരും. പേടിക്കണ്ട, ഒരു പ്രസംഗമുള്ളൂ. ആ പ്രസംഗത്തിന് ഉപബൽബലകമായി യേശുക്രിസ്തു എന്തിനു വന്നു എന്നുള്ളത് ഞാൻ ആമുഖമായിട്ടൊരു വാക്യത്തിലൂടെ നിങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോൾ ക്രിസ്തുയേശു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ വന്നത്? പാപികളെ രക്ഷിപ്പാൻ. പാപികളെ രക്ഷിപ്പാൻ. നീ ക്രിസ്തുയേശു എന്ന് പറയുമ്പോ വേദപുസ്തകത്തിന്റെ പല ഭാഗത്ത് യേശു ക്രിസ്തു എന്നും കാണുന്നുണ്ട്. അതെന്നാ പരിപാടിയാ? ചില സ്ഥലത്ത് ക്രിസ്തു യേശു എന്ന് പറയുന്നു, ചില സ്ഥലത്ത് യേശു ക്രിസ്തു എന്നും പറയുന്നു. ഇത് രണ്ടും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ? വ്യത്യാസമുണ്ട്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. വന്നു എന്ന് പറയുന്നിടത്തൊക്കെ ക്രിസ്തു എന്ന പദം ആദ്യം ഉപയോഗിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? വന്നു എന്ന് പറഞ്ഞാൽ വരുന്നതിന് മുൻപേ അവൻ എവിടെയോ ഉണ്ടായിരുന്നിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തു കേവലം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരാളല്ല. ആരുടെയെങ്കിലും ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമല്ല. ആരുടെയെങ്കിലും തൂലിക പെറ്റ ഒരു കൃതിയുടെ അതിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരു കഥാപാത്രമല്ല. പിന്നെയോ അവൻ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ പൂർവകാല അൽഫയുടെ യുഗങ്ങളിൽ അവൻ ഉണ്ടായിരുന്നു. അവൻ അന്നേ ശാശ്വതമായും അനാദിയായും ദൈവം ആയിരുന്നു. എന്താണ് അതിന്റെ തെളിവ്? ധന്യനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ തങ്കലിപികളിൽ ചരിത്രമധ്യേ ചമൽക്കാര ഭംഗിയോടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവ